ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെ.സി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമുക്കറിയാം ക്രിസ്മസ് എക്സാം അടുത്തെത്താനായിട്ടുണ്ട്. സോ ഈ ഒരു അവസരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സോഷ്യൽ സയൻസിനകത്ത് ജോഗ്രഫി ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ദ ചേഞ്ചിങ് എർത്ത് അല്ലെങ്കിൽ മാറുന്ന ഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താണ് ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് എന്താണ് ഈ ചാപ്റ്ററിനകത്ത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, ആ ഏരിയാസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒന്ന് പറയാണ്. മക്കളെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം നന്നായിട്ട് ഈ പറയുന്ന ക്രിസ്മസ് എക്സാമിനകത്ത് മാർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണ് എൻ്റെ മുൻപിലുള്ളതെങ്കിൽ അവർക്കുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ് സൈലത്തിൻ്റെ കിടിലൻ ബാച്ച് ആയിട്ടുള്ള അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. അല്ലേ, ഇപ്പോൾ ഈ അസ്ത്ര ബാച്ചിനകത്ത് നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 30% നിങ്ങൾക്ക് ഓഫറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അസ്ത്രയുടെ ഒറിജിനൽ പ്രൈസിൻ്റെ ഒരു പകുതി മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുവരെ ട്യൂഷൻ ഒന്നും പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ നമ്മുടെ SSLCക്കകത്ത് ഫുൾ A+ നേടാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന 9994008000 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക. അടിപൊളിയായിട്ട് അസ്ത്രയുടെ ഭാഗമായി മാറുക. ഒരു ടെൻഷനും ഇല്ലാതെ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. മക്കളെ, എന്താണ് ഈ ഒരു ചാപ്റ്ററിനകത്ത്, നമ്മുടെ ഈ ഒരു മാറുന്ന ഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്? മക്കളെ, കുറേ സംഭവങ്ങളൊന്നും പഠിക്കാനില്ല. ആകെ പഠിക്കാനുള്ളത് ഈ ഫ്ലോ ചാർട്ടാണ്. ഈ ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മതി. ഈ ഫ്ലോ ചാർട്ട് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ തോന്നും, സാറേ ഈ ഫ്ലോ ചാർട്ടേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. മക്കളെ, അത്രയേ ഉള്ളൂ. എന്താണെന്നറിയോ, ഏറ്റവും മെയിനായിട്ട് ഇതിൽ പറയുന്നത് എർത്ത് മൂവ്മെന്റ്സിനെ കുറിച്ചാണ്, ഭൗമ ചലനങ്ങളെ കുറിച്ചാണ്. എർത്ത് മൂവ്മെന്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നടക്കുന്നതിന് എൻഡോജനിക് മൂവ്മെന്റ്സ് എന്നും, അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്നതിന് എൻഡോജനിക് മൂവ്മെന്റ്സ് എന്നും, ഭൂമിയുടെ പുറമേ നടക്കുന്ന പ്രധാനമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ എക്സോജനിക് മൂവ്മെന്റ്സ് എന്ന് പറയും. എൻഡോജനിക് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു എക്സാമ്പിളാണ് ഇതേപോലെ തന്നെ അതിനെ തന്നെ ഡയോസ്ട്രക്ഫൈഡ് മൂവ്മെന്റ്സ് എന്നും അതേപോലെ തന്നെ സഡൻ മൂവ്മെന്റ്സ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ അന്തർജന്യ ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ മന്ദചലനങ്ങളെന്നും അതുപോലെ തന്നെ ദ്രുത ചലനങ്ങളെന്നും. മന്ദചലനം എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഭൂഖണ്ഡ രൂപീകരണം അല്ലെങ്കിൽ എപ്പിറോജനിക് പ്രോസസ്. അതേപോലെ തന്നെ പർവ്വത രൂപീകരണം അല്ലെങ്കിൽ ഓറോജനിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ അതാണ് പർവ്വതങ്ങൾ ഉണ്ടാവുക, ഈ പറഞ്ഞ ഭൂഖണ്ഡങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ മന്ദചലനങ്ങളാണ്. ഭൂമിക്കകത്ത് ഇങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ചലനങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദ്രുത ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ചലനങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് അഗ്നിപർവ്വതങ്ങൾ, അതേപോലെ തന്നെ ഭൂകമ്പങ്ങൾ. അല്ലേ മക്കളെ, നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അല്ലേ, നിങ്ങൾ നോക്ക്, ഭൂമിയുടെ ഉള്ളിൽ തന്നെ നമുക്കറിയുന്നതാണ് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇത് ഭൂമിയുടെ ഉള്ളിൽ. അല്ലേ, നിങ്ങൾക്കറിയാം പ്രധാനമായിട്ട് ഭൂമിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പുറമേ ഉള്ളതാണ് ക്രസ്റ്റ് ഭൂവൽക്കം. ഭൂവൽക്കം കഴിഞ്ഞാൽ പിന്നുള്ളത് മാൻഡിലാണ്. മാൻഡിലിൻ്റെ ഉപരിഭാഗമാണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള എന്താണ് അതിന് പറയുന്നത്, ഈ പറയുന്ന ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലെയർ. അല്ലേ, അതിൻ്റെ താഴെയാണ് അസ്തനോസ്ഫിയർ ഉള്ളത്. അല്ലേ, അസ്തനോസ്ഫിയറിനാണ് ആക്ച്വലി നമ്മൾ ഈ കാണുന്ന എന്തുള്ളത്, മാഗ്മ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതാണ് പുറമേക്ക് എന്ത് ചെയ്യുന്നത്, ഭൂമിയിൽ എവിടെയെങ്കിലും വിള്ളലുണ്ടെങ്കിൽ പുറമേക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് ഈ മാഗ്മ പ്രധാനമായിട്ട് എന്ത് ചെയ്യാണ്, പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഭൂമിക്കകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഭൂമിക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോതാ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളാണ് എന്താണ് ഈ പറയുന്ന ഭൂകമ്പം എന്താണ്, ഇതുപോലെ തന്നെ വോൾക്കാനിസ് എന്താണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അല്ലേ, ഇനി മക്കൾ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ദ്രുത ചലനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കി എക്സോജനിക് മൂവ്മെന്റ്സ് ആണ്. എക്സോജനിക് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുറമെയാണ്. മക്കളെ, ഒറ്റ കാര്യം ഓർത്താൽ മതി, എക്സോ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതൊന്നല്ലേ എക്സോ എന്ന് പറഞ്ഞാൽ പാത്രം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് കൂടുതലും പാത്രത്തിന്റെ പുറമെയാണ് ഉപയോഗിക്കുക. ഉള്ളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, പാത്രത്തിന് സ്മെല്ല് വരുമെന്നൊന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുറമെയാണ്. അപ്പോൾ ഇത് എന്താണ്, പുറമെ നടക്കുന്ന സംഭവങ്ങളാണ്. അതിനൊരു എക്സാമ്പിളാണ് ഈ പറയുന്ന അപക്ഷയം അല്ലെങ്കിൽ വെതറിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അപരദനം, വഹനം, നിക്ഷേപണം, എറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഭൂദ്രവ്യ ശോഷണം അല്ലെങ്കിൽ മാസ് വാസ്റ്റിംഗ്. ഇങ്ങനെ പ്രധാനപ്പെട്ടുള്ള 3 തരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നമുക്ക് നോക്കുന്നത് ഈ പറയുന്ന ഭൂമിയിലെ പ്രധാനപ്പെട്ട ഭൗമചലനത്തിൽ അല്ലെങ്കിൽ എർത്ത് മൂവ്മെന്റ്സിലെ എക്സോജനിക് മൂവ്മെന്റ്സിലെ ഈ പറയുന്ന ഫസ്റ്റ് വൺ ആയിട്ടുള്ള അപക്ഷയത്തിനെ കുറിച്ച്, വെതറിങ്ങിനെ കുറിച്ച് നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. എക്സാമിന് ഉറപ്പാണ് മക്കളെ, വെതറിങ്ങുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യും, വരും. ഉറപ്പാണ്, ഉറപ്പിച്ച് വെച്ചോ, എന്തായാലും ഉറപ്പായിട്ടുമുള്ള ചോദ്യം വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നു എത്ര തരത്തിലേക്കാണ് ഇതുപോലെ തന്നെ, അതായത് ഈ ബാഹ്യചലനങ്ങളിലെ പ്രധാനപ്പെട്ട വെതറിങ് എത്ര തരമാണുള്ളത്. മക്കളെ, പ്രധാനമായിട്ട് 3 തരമാണ്. 3 തരത്തിലേക്കുള്ള വെതറിങ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിക്കോ, നമുക്ക് ഫസ്റ്റ് തന്നെ ഈ വെതറിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ നോക്കിയോ, വെതറിംഗ് എന്താന്ന് പറയുന്നുണ്ട്, ശിലകൾക്ക് രാസപരമായി ഭൗതികമായി മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് അപക്ഷയം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നോക്കൂ മക്കളെ, ദ പ്രോസസ് ദാറ്റ് ബ്രിങ് അബൌട്ട് ദ കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചസ് ഇൻ റോക്സ് ആർ കോൾഡ് വെതറിംഗ്. അല്ലേ, ഈ പറയുന്ന ഏതൊക്കെയാണ്, ശിലകൾക്ക് രാസപരമായും ഭൗതികമായിട്ടുള്ള എന്ത് ചെയ്യണം, മാറ്റങ്ങൾ ഉണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് 3 നമ്മൾ നോക്കാം. മൂന്നാമത്തിൽ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ഫിസിക്കൽ വെതറിംഗ് ആണ്.
രണ്ടാമത്തത് കെമിക്കൽ വെതറിംഗ് ആണ്. തേർഡ് വൺ നിങ്ങൾ നോക്ക് ബയോളജിക്കൽ വെതറിംഗ് ആണ്. ഇങ്ങനെ 3 എണ്ണമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ്? ഈ പറഞ്ഞ ഫിസിക്കൽ വെതറിംഗ്, രണ്ടാമത്തത് കെമിക്കൽ വെതറിംഗ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബയോളജിക്കൽ വെതറിംഗ്. ഇങ്ങനെ 3 എണ്ണം. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഫിസിക്കൽ വെതറിംഗ്. ഫിസിക്കൽ വെതറിംഗ് എന്താണ് മക്കളെ? നോക്കിക്കോ, പിക്ചർ നോക്കിക്കോ. അതായത് വെതറിംഗ് എന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നുമില്ല, പാറയൊക്കെ പൊട്ടിപ്പോവാണ്. അതായത് നമ്മുടെ റോക്സ് ഒക്കെ ഉണ്ടാവില്ല, റോക്സ് ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നതിനാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയാം. അപ്പോൾ നോക്കിക്കോ, ഇതാണ് ഫിസിക്കൽ വെതറിംഗ്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോ, കണ്ടോ ഇങ്ങനെ ഇതുപോലെ തന്നെ ഈ പാറകൾ ഇങ്ങനെ പൊട്ടി പോകുന്നില്ലേ, അതാണ് ഫിസിക്കൽ വെതറിംഗ്. ഇനി മകളെ കെമിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടോ ഇതിന്റെയൊക്കെ നിറം മാറ്റമൊക്കെ സംഭവിച്ചുകൊണ്ട് ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ അടർന്ന് എന്ത് ചെയ്യാണ് പോവാണ്. അതാണ് ഇത് ഈ പറഞ്ഞ കെമിക്കൽ വെതറിംഗ്. തേർഡ് വൺ ബയോളജിക്കൽ വെതറിംഗ്. ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇതൊരു പാറയാണെങ്കിൽ ആ പാറ പല പീസുകളാവുന്നു. അതെന്തായിരിക്കും കാരണം? ഇതൊന്നുപോലെ മരം അല്ലെങ്കിൽ മനുഷ്യനോ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളൊക്കെ തന്നെ ആ രീതിയിലേക്കുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നു. അതാണ് ഇത് ഈ ബയോളജിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ ഈ ജൈവിക അപക്ഷയം. മക്കളെ ഇതിൽ ഓരോന്നും നമുക്ക് പഠിക്കാം. എന്തൊക്കെയാണ് ഇതിനകത്ത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം പഠിക്കാം. അതിൽ ഫസ്റ്റ് വൺ നോക്ക് മക്കളെ, ഫിസിക്കൽ വെതറിംഗ് ആണ്. ഫിസിക്കൽ വെതറിംഗ് നോക്കിയോ, ഫിസിക്കൽ വെതറിംഗ്. ഫിസിക്കൽ വെതറിംഗിൽ നമ്മൾ പഠിക്കേണ്ടത് റോക്സ് ബ്രേക്ക് ഇൻ ടു സ്മോൾ പീസസ് ബൈ ഹീറ്റ്, കോൾഡ് ഓർ വാട്ടർ. മക്കളെ ഈ താപം, തണുപ്പ് അല്ലെങ്കിൽ വെള്ളം മൂലം ശിലകൾ പൊടിയാണ്. അതായത് നിങ്ങൾ ആലോചിക്കുക, അപ്പോൾ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു കല്ലിന്റെ മുകളിൽ കുറെ കാലം വെള്ളം കെട്ടി നിൽക്കുന്നു. ആ കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഗ്യാപ്പിലേക്ക് വെള്ളം എന്ത് ചെയ്യും, ഇറങ്ങും. അങ്ങനെ ആ വെള്ളം ഇറങ്ങി ആ ഗ്യാപ്പ് ഈ പറയുന്ന എന്ത് ചെയ്യും, ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് എന്ത് ചെയ്യും പോരും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാനൊന്ന് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. നോക്കിയോ മക്കളെ, അതിന്റെ എക്സാമ്പിൾ നോക്കിയോ. ഇതിപ്പോ ഒരു പാറയല്ലേ, ഈ പാറയുടെ മുകളിൽ നമ്മൾ കുറച്ച് വെള്ളം നിൽക്കുന്നു. ആ വെള്ളം ഇങ്ങനെ കുറേ കാലം അവിടെ നിൽക്കുന്നു, മഴ പെയ്യുന്നു, ആ വെള്ളം അവിടെ നിൽക്കുന്നു, പിന്നെയും വീണ്ടും ഇതുപോലെ തന്നെ മഴക്കാലം വരുന്നു. അപ്പോൾ ആ വെള്ളം എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പാറയിൽ എവിടെയെങ്കിലും ഇതുപോലെ തന്നെ പാറ നന്നായി ചൂടൊക്കെ ആവും. ആ ചൂടാകുന്നതിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, കുറച്ച് വെള്ളം ഇങ്ങനെ ഈ പാറയ്ക്ക് ചെറിയ പൊട്ടൽ വരും, അതിലേക്ക് ഇത് എന്ത് ചെയ്യും വെള്ളം ഇറങ്ങും. വീണ്ടും മഴക്കാലമൊക്കെ വരും, അതേപോലെ തന്നെ ഇതിങ്ങനെ സംഭവിക്കും. ഇത് 1-2 വർഷങ്ങൾ കൊണ്ടല്ല, വർഷങ്ങൾ കൊണ്ട്, കുറേ വർഷങ്ങൾ കൊണ്ടായിരിക്കാം. അങ്ങനെ അവസാനം നോക്ക്, ആദ്യം ഉണ്ടായിരുന്ന ഈ പാറ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു പാറ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ഇത് 2 കഷ്ണമായിട്ട് എന്ത് ചെയ്യും മാറും. മകളെ അതാണ് ആക്ച്വലി വെതറിംഗ്. അപ്പോൾ ഇത്തരത്തിലേക്ക് ചൂട് മൂലമാവാം, അല്ലെങ്കിൽ താപം മൂലമാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഹീറ്റ് ആവാം, അതേപോലെ തന്നെ ചിലപ്പോൾ വെള്ളമാവാം, വാട്ടർ ആവാം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവാം എന്ത് ചെയ്യാം പാറകൾ പൊട്ടിപ്പൊളിയാ. ഇതിനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ റോക്സ് ബ്രേക്ക് ഇൻ ടു സ്മോൾ പീസസ് ബൈ ഹീറ്റ്, ഇല്ലേ, ഹീറ്റ്, കോൾഡ് ആൻഡ് വാട്ടർ കേട്ടോ. താപം, തണുപ്പ് അല്ലെങ്കിൽ വെള്ളം മൂലമൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ശിലകൾ പൊട്ടിപ്പൊളിയുന്നത്. ഇതാണ് ഫിസിക്കൽ വെതറിംഗ്. സിമ്പിൾ അല്ലേ സംഭവം? സിമ്പിൾ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ അടുത്തേക്ക് നോക്കിയാലോ. അടുത്തേക്ക് എന്താണ് കെമിക്കൽ വെതറിംഗ്? കെമിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അവിടെ പറയുന്നത് നോക്ക്, റെയിൻ ആൻഡ് എയർ ചേഞ്ച് ദ റോക്സ് കളർ ഓർ ഷേപ്പ്, അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, പ്രധാനമായിട്ടും മഴയും വായുവും അതുപോലെ തന്നെ ശിലയുടെ നിറവും രൂപവും എന്ത് ചെയ്യാണ് മാറ്റാണ്. ഈ മഴ അതുപോലെ തന്നെ വായു അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ് ശിലകൾ ഇതേപോലെ തന്നെ നിറം വരെ എന്ത് ചെയ്യാണ് മാറാണ്. അതാണ് കെമിക്കൽ വെതറിംഗ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. മകളെ ഇതാ നോക്കിക്കോളൂ, എല്ലാവരും നോക്കിക്കോ കേട്ടോ. ഈ പ്രധാനമായിട്ടും മഴ അതുപോലെ തന്നെ എയർ ആണ്. അപ്പോൾ നിങ്ങളായിരിക്കും തുടർച്ചയായിട്ട് മഴ കൊള്ളുന്നു. മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ചില ശിലകൾ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ അതിൻ്റെ രൂപം മാറും, കളർ മാറും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു കുറേ കാലം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വെയിലിങ്ങനെ തുടർച്ചയായി കൊള്ളുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ തുടർച്ചയായിട്ട് ഇതേപോലെ തന്നെ മഴ കൊള്ളുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എയറിനകത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ശിലകളിൽ ഈ പറയുന്ന കളറൊക്കെ മാറിയിട്ട് ശിലകൾ എന്ത് ചെയ്യും, ഇതേപോലെ കളർ മാറി ഇത് പൊട്ടിപ്പൊളിയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ ഈ പൊടിഞ്ഞു പോകുന്നുണ്ട്. അതാണ് കെമിക്കൽ വെതറിംഗ്. ഇനി ചില സ്ഥലത്താണെങ്കിൽ ഈ ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ലൈം സ്റ്റോൺ അല്ലെ, ചുണ്ണാമ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ ആ നിക്ഷേപമുള്ള സ്ഥലത്തേക്ക് ഇതുപോലെ തന്നെ ചെയ്യും, ഇതിന്റെ ഉള്ളിനകത്ത് ചെറിയ ഗുഹകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ മഴവെള്ളമൊക്കെ പെയ്യുമ്പോൾ ഈ ചുണ്ണാമ്പ് ഇതുപോലെ തന്നെ എന്താണ് ഇതേപോലെ തന്നെ അത് ഒലിച്ചിറങ്ങിയിട്ട് അവിടെ ഇതേപോലെ തന്നെ എന്ത് ചെയ്യും വേറെ രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലഗ്മൈറ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ ചുണ്ണാമ്പ് സ്തംഭങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഈ പറഞ്ഞ ലൈം സ്റ്റോൺ പില്ലാർസ് ഒക്കെ ഉള്ളത് നമ്മുടെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബോറ കേവ്സ് ഒക്കെ, വിശാഖപട്ടണത്തിലുള്ള ബോറ കേവ്സ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് ഇത്തരത്തിലേക്ക് മണ്ണിന്റെ അടിയിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ ഈ ഒരു വെതറിംഗ് സംഭവിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ. അങ്ങനത്തെ സ്ഥലങ്ങൾ എന്ത് ചെയ്യും കാണാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, എടുത്ത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം കെമിക്കൽ വെതറിംഗിന്റെ ഇതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ചുണ്ണാമ്പ് മിശ്രിതം ഉണ്ടെങ്കിൽ തുടർച്ചയായി ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ഈ വെള്ളം ഇവിടേക്ക് ഇറങ്ങിയിട്ട് ഈ ചുണ്ണാമ്പ് എന്ത് ചെയ്യും അലിഞ്ഞിട്ട് താഴോട്ട് പോയിട്ട് എന്ത് ചെയ്യും ഇതേപോലെ തന്നെ ഇത് നഷ്ടമാവും. അങ്ങനെയും സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ ഞാൻ ഈ പറഞ്ഞ സാധനം. ഇനി നെക്സ്റ്റ് വൺ മക്കൾ ശ്രദ്ധിച്ചോ, അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് ബയോളജിക്കൽ വെതറിംഗ്, ജൈവിക അപക്ഷയം.
ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാ നോക്ക് മക്കളെ ഇതാ അവിടെ പറയുന്നത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓർ പീപ്പിൾ ബ്രേക്ക് ദ റോക്സ്. അതായത് സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ ഇവരൊക്കെ തന്നെ ശിലകൾ പൊടിക്കുകയാണ്. അങ്ങനെ പൊടിക്കുന്നതാണ് ഇത് ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. മക്കളെ അതിന്റെ എക്സാമ്പിളുകൾ ഞാൻ എന്ത് ചെയ്യാം കാണിച്ചു തരാം. നോക്ക് മക്കളെ ഇതാ നോക്കിയോ ബയോളജിക്കൽ വെതറിംഗ് കേട്ടോ. നിങ്ങൾ നോക്കിയോ കേട്ടോ, ഒരു പാറയുടെ മുകളിൽ എന്തെങ്കിലും ഒരു മരം ഇതുപോലെ തന്നെ ചെറിയൊരു മരം വളർന്നു കഴിഞ്ഞാൽ ആ മരം വലുതാകുന്നതിനനുസരിച്ച് ഈ പാറയുടെ പല ഭാഗത്തേക്ക് അതിന്റെ വേരുകൾ പോകും. അങ്ങനെ തുടർച്ചയായി മരം വലുതായി വരുമ്പോഴേക്കും ആ പാറയെ പല പീസുകളാക്കി എന്ത് ചെയ്യും, പൊട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ആക്കുന്നുണ്ട്. അതാണ് ബയോളജിക്കലി. അതിന്റെ വേറൊരു എക്സാമ്പിൾ കണ്ടോ, ഈ പറയുന്ന മരം ആ പാറപ്പുറത്ത് വളരുന്നു, ഈ വേരുകൾ പല ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്യാണ് ഇറങ്ങാണ് അല്ലേ, അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി വേറൊന്നും കൂടി ശ്രദ്ധിച്ചോ, ഇനി അടുത്ത ഒരാളാണ് എലിക്കുട്ടികൾ അല്ലേ. നമ്മുടെ എലികളൊക്കെ തന്നെ അറിയാം, ചില ഇതുപോലെ തന്നെ ഈ ശിലകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ അവർ മാളങ്ങൾ ഉണ്ടാക്കും. ആ മാളങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി എന്താണ്, ഈ ശില അല്ലെങ്കിൽ കല്ലിനെ പൊടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, ബയോളജിക്കൽ വെതറിംഗ് ആണ്. അപ്പോൾ ഇത്രയുമാണ് മക്കളെ പ്രധാനമായിട്ടും നമുക്ക് ഈ പറയുന്ന വെതറിങ്ങിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചോ, വിവിധ തരത്തിലേക്കുള്ള വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെതറിംഗ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വെതറിംഗ്, കെമിക്കൽ വെതറിംഗ്, ബയോളജിക്കൽ വെതറിംഗ്. ഓർത്ത് വെച്ചോണേ, ഈ പറയുന്ന ഭൗതികാപക്ഷയം, രാസികാപക്ഷയം, ജൈവികാപക്ഷയം. ഇത്ര സിമ്പിളായി സാധനമുള്ളൂ. ടെക്സ്റ്റിനകത്തൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് മക്കൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ, ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഇങ്ങനെയൊക്കെ പഠിക്കുക, അതൊക്കെ ഇങ്ങനെ ഓരോന്നും വായിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലേ, ഈ പറയുന്ന വെതറിങ്ങിന്റെയും കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. മക്കളെ അതൊക്കെ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് സിമ്പിൾ അല്ലേ, സിമ്പിൾ അല്ലേ, ഷോർട്ട് അല്ലേ, എല്ലാത്തിനും ഇതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലേക്കാണ് സൈലത്തിന്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ എവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അസ്ത്ര ബാച്ചിനകത്ത് അറേഞ്ച് ചെയ്തത്. സോ അസ്ത്ര ബാച്ച് അടിപൊളി ഒരു ഓപ്ഷനാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അസ്ത്രയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകും, അവരോട് കാര്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ അസ്ത്രന്റെ ഭാഗമായി മാറുക. ഞാൻ പറഞ്ഞ ഫുൾ A+ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതുവരെ ഒന്നും പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറയാണ്, ഇനിയുള്ള ദിവസം നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാലും നിങ്ങൾ ഫുൾ A+ലേക്ക് എന്ത് ചെയ്യും, പോകും. സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ പഠിക്കുക. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം, ഏത് തരത്തിലേക്കുള്ള വീഡിയോസ് ആണ് ഈ മക്കൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്ന് എന്ത് ചെയ്യാം, എൻ്റെ കുഞ്ഞുങ്ങൾ ഇതേപോലെ തന്നെ കമന്റ് ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഓൾ ദി ബെസ്റ്റ്. കാണാം മക്കളെ, അടുത്ത ലൈവിലൊക്കെ കാണാം. സോ ബൈ.